നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് 48 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മിറാക്കിൾ എന്താണ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു 48 മണിക്കൂറിനുള്ളിൽ വന്നു ചേരാൻ പോകുന്നതെന്നും നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ്, ആ കറൻറ്റ് എനർജി നിങ്ങൾ എങ്ങനെയാണ് ചേഞ്ച് ആക്കേണ്ടതെന്നുള്ള ഒരു റീഡിങ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് നെഗറ്റീവ് എനർജിയാണെങ്കിൽ നിങ്ങളത് ഹീലാക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു എനർജിയെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മിറാക്കിൾ, നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ആഴത്തിൽ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇനി മുന്നോട്ടേക്ക് സംഭവിക്കേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങളൊരു ഗുഡ് ന്യൂസ് കേൾക്കാൻ പോകുന്നു, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് സിറ്റുവേഷൻസിലൂടെ വേണം ഇനി എൻ്റെ ജീവിതം കടന്നു പോകാനെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ ഇടണം. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മാറ്റമാണ് നിങ്ങൾ എഴുതുന്ന ഓരോ അഫർമേഷൻസും. അത് സൂക്ഷിച്ച് വെക്കുക. കാരണം അക്ഷരങ്ങളും വാക്കുകളും വലിയൊരു അത്ഭുതം ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. ഓരോ വാക്കുകളും ഓരോ മന്ത്രങ്ങളായിട്ട് തന്നെ കാണുക. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് സ്വീകരിക്കുക. എന്ത് സിറ്റുവേഷൻസിനെയും സന്തോഷത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ 100% മാറ്റമുണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല. നെഗറ്റീവാകുന്ന ചിന്തകളെ നമ്മളിൽ നിന്ന് എടുത്തു കളയണം. നെഗറ്റീവ് തോട്ട്സ് വരുമ്പം തന്നെ നമ്മൾ അപ്പോൾ തന്നെ സ്റ്റോപ്പ് പറഞ്ഞ് നമ്മുടെ ചിന്തകളെ ചേഞ്ച് ആക്കുക. നമ്മളിൽ എപ്പോഴും വേണ്ട ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക. നിങ്ങൾ പോസിറ്റീവ് ആണോ നിങ്ങൾ ചിന്തിക്കുന്നത്, അതോ നിങ്ങളിൽ എപ്പോഴും പാസ്റ്റിലെ പല ട്രോമാസുകളെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നേരിടുന്ന ചില നെഗറ്റീവ് ആകുന്ന, അതായത് ടോക്സിക് ആകുന്ന വ്യക്തികളെ കണക്ട് ചെയ്തിട്ടുള്ള ചിന്തകളാണോ നിങ്ങളിലൂടെ കടന്നു പോകുന്ന ചിന്തകളെന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നിങ്ങളതൊന്ന് വിലയിരുത്തുക. എവിടെയാണ് നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടതെന്ന് നിങ്ങൾ സെൽഫായിട്ട് തന്നെ നിങ്ങളിൽ തന്നെ നിങ്ങൾ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളിലാണ് നമുക്ക് മാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരാൾക്ക് എപ്പോഴും പറയാനേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. പോസിറ്റീവ് ചിന്തകളും ആഗ്രഹങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഇതൊരു ജനറൽ റീഡിങ്സ് ആണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുത്ത് കാര്യങ്ങൾ ഒന്നും കൂടി ക്ലാരിറ്റി വരുത്തുക. മാറ്റങ്ങൾ ജീവിതത്തിൽ എന്താണ് നെക്സ്റ്റ് ഒരു ആക്ഷൻ എടുക്കേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജികൾ എന്ന് പറഞ്ഞാൽ 7 ഓഫ് കപ്സിൻ്റെ എനർജിയും 2 ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണിയെ പ്രസൻസ് ചെയ്ത് റിലേഷൻഷിപ്പിന് വാല്യൂ കൂടിയ ഒരു എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ശരിക്കും ടെലിപ്പതി മെസ്സേജുകളൊക്കെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻസിനെ കാണിക്കുന്നുണ്ട്. ശരിക്കും ഒരു റിയൂണിയൻ എനർജിയാണ് ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ജനുവരി മാസത്തിൻ്റെ എനർജി അസ്ട്രോളജിക്കൽ സൈൻ പ്രകാരം കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളെ ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ എവിടേക്കാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് നെഗറ്റീവ് പ്രസൻസുകൾ അല്ലെങ്കിൽ നിങ്ങളെ കണ്ണ് കെട്ടിക്കളയുന്ന രീതിയിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒന്നിലധികം ആഗ്രഹങ്ങളെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെ പ്രസൻസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റും. നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആവാൻ പോകുന്നു. അത് എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ തട്ടി നിങ്ങൾക്കൊരിക്കലും പിന്മാറാനും പറ്റുന്നില്ല. എന്നാൽ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു നല്ല ഉറച്ച തീരുമാനം എടുക്കാനും പറ്റാതെ ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിൽക്കുന്നു. അതിൻ്റെ നല്ല വശവും ചീത്തവശവും എല്ലാം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കണക്റ്റ് ചെയ്ത് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്.
പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം ആ ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് അതൊരു ഇമോഷൻസ് ആവാം, നിങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യമാവാം, ഒരു പാഷൻ എനർജി ആവാം. എന്താണെങ്കിലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ എന്നാൽ ഉപേക്ഷിച്ച് കളഞ്ഞ് തിരിഞ്ഞു നടക്കാൻ പറ്റാത്ത എന്ത് കാര്യത്തിലാണോ നിങ്ങളിൽ ഓരോ വ്യക്തികളും സ്തംഭിച്ച് നിൽക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി കണക്റ്റഡ് ആകുന്നു. നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആവാൻ പോകുന്നു. അതായത് ഇംബാലൻസിങ് എനർജിയിൽ നിന്നും വേണോ വേണ്ടയോ, അതല്ലെങ്കിൽ ഇതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വിധിച്ച ഒന്നാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിന്നും നിങ്ങൾ ഫസ്റ്റ് തന്നെ പുറത്ത് കടക്കാൻ പോകുന്നു. നമുക്കിടെ കൺഫ്യൂഷൻ, നമ്മുടെ സംശയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമല്ലാതാക്കി തീർക്കുന്നത്. എവിടെ നിങ്ങളുടെ സംശയം എന്ന് പറയുന്ന ആ ഒരു ചിന്തയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുന്നു, ഒരു ദൃഢനിശ്ചയം വരുന്നത് വരട്ടെ എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ഓരോ ചുവടും വെച്ച് മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുവോ, അവിടെ തൊട്ട് നിങ്ങൾക്ക് വലിയ ശക്തമാകുന്ന ഒരു വിജയവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിളും സംഭവിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ എനർജി തന്നെയാണ് ഫസ്റ്റ് ചേഞ്ച് ആകുന്നത്. നിങ്ങളുടെ കൺഫ്യൂഷൻ, നിങ്ങളുടെ ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തുള്ള ആ ഒരു മാനസികപരമാകുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ചേഞ്ചായി കിട്ടുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. 2 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലരുടെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് റീയൂണിയൻ എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്ത് രീതിയിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, മനസ്സിലാക്കപ്പെടണമെന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്ക് സക്സസ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ന്യൂ ബിഗിനിങ് എനർജി, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അതും വളരെ ശക്തമാകുന്ന രീതിയിലുള്ള ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയോട് കൂടിയ ഒരു റീയൂണിയൻ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കോളോ മെസ്സേജോ ഒന്നുമല്ല, ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിച്ച് ഒത്തുചേരുന്ന നിമിഷങ്ങളുടെ ഒരു എനർജി കൂടി നിങ്ങളിൽ ചിലർ വ്യക്തികളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. അത് നമുക്കിവിടെ എനർജിയിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ജൂലൈ മാസക്കാരുടെ എനർജിയിലാണ്. സ്ട്രോങ് ആയിട്ട് അല്ലാത്തവർക്ക് അന്ന് ഇല്ല എന്നല്ല, ആ ഒരു എനർജിയിൽ സ്ട്രോങ് ആയിട്ടും ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് കൺഫ്യൂഷൻ എനർജിയിലുണ്ട്. അതായത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ, അതായത് ജീവിതത്തിൽ ചിലപ്പോൾ ഹെൽത്ത് പരമായിട്ടോ വെൽത്ത് പരമായിട്ടോ കരിയർ പരമായിട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. അതായത് ഒരു ഉയർച്ചയിലേക്ക് എത്തണം, എന്തെങ്കിലും സംരംഭത്തെ സംബന്ധിച്ചോ സാമ്പത്തികപരമാകുന്ന ചില പുഷ്ടിപ്പെടുത്തലിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങളിങ്ങനെ ആഗ്രഹിച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾ, ശരിക്കും മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന ചില ആളുകളുടെ എനർജിയാണ് നമുക്കിവിടെ കണക്റ്റഡ് ആയിരിക്കുന്നത്. നിങ്ങൾ വളരെയധികം ആഗ്രഹത്തോടു കൂടി സ്വപ്നം കണ്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ്, എന്നാൽ അതിനൊരു മൂവ്മെൻറ്റ്സ് ഇല്ല. സംഭവമൊക്കെ ഈ പറയും പോലെ വിത്ത് പാകി വെച്ചിട്ടുണ്ട്, മുള പൊട്ടി അത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള ആ ഒരു കാലതാമസത്തിൻ്റെ എനർജി പോലെ മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിൽ ഒരുപാട് വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വളരെയധികം ആലോചിക്കുന്നുണ്ട്. ലൈഫിൽ മാറ്റം വരുത്തണം, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ സാധിക്കണം, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നല്ല വശങ്ങളെയും ചീത്തവശങ്ങളെയും കുറിച്ചെല്ലാം നിങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ, ഒരു പക്ഷേ നിങ്ങൾ അങ്ങോട്ടേക്ക് മുടക്കിയാലായിരിക്കാം നിങ്ങൾക്ക് അതിൽ നിന്നും തിരിച്ച് ലഭിക്കുക. ലാഭമാണെങ്കിലും സക്സസ് ആണെങ്കിലും ലഭിക്കാൻ നിങ്ങൾ അങ്ങോട്ടേക്ക് ആദ്യം എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ എനർജി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമ്പത്തികമാകുന്ന ചില കാര്യങ്ങളാവാം, നിങ്ങൾ അങ്ങോട്ടേക്ക് മുടക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷൻ എനർജിയിൽ നിൽക്കുന്ന ആളുകളുടെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പോലും അറിയാതെ ആക്ഷൻ എടുക്കപ്പെടുന്നു. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റം വരുന്നു. അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികപരമാകുന്ന കാര്യങ്ങൾ കൊടുത്തിട്ട് അതിൽ നിന്നും നിങ്ങളൊരു ബെനിഫിറ്റ് പ്രതീക്ഷിച്ച്, അതായത് കടം കൊടുത്തതോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോണോ ചിട്ടിയോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കതും ഒരു ഗുഡ് ന്യൂസ് എനർജി ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. സാമ്പത്തികം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നവർക്ക് ആ ഒരു കാര്യത്തിൽ ഒരു വലിയൊരു സക്സസ്, ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന, അതായത് ഒന്ന് ഇരട്ടിയായിട്ടുള്ളൊരു ലാഭ
ലാഭമാണ്, നിങ്ങൾക്കൊരു ലോട്ടറി ഭാഗ്യം പോലുള്ളൊരു എനർജിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു ഗുഡ് ന്യൂസ് എനർജി എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ക്ഷമ നശിച്ച് നിൽക്കുന്ന വ്യക്തികളുമായിരിക്കാം കേട്ടോ. ആർക്കെങ്കിലും സാമ്പത്തികം കൊടുത്തിട്ട് അത് നിങ്ങളെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം നീട്ടുന്ന സിറ്റുവേഷൻസ് ആണെങ്കിലും ആ ഒരു സാമ്പത്തികം വെൽത്ത് എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു, നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് പറയുന്നത്. മണിയുടെ എനർജി എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. കർമ്മ ബേസ് ആണ് എങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുക എന്ന് പറയുള്ളൂ, അത് നമ്മളിലേക്ക് കണക്റ്റഡ് ആകില്ല. അതുകൊണ്ടാണ് മണി അഫർമേഷൻസ് നമ്മൾ എല്ലാ യൂണിവേഴ്സൽ മെസ്സേജിൽ ഇട്ടിട്ട് നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യൂ എന്ന് പറയുന്നത്. കാരണം ജീവിതത്തിൽ മണിയുടെ എനർജി നമ്മളിലേക്ക് കണക്റ്റഡ് ആയാൽ അത് ഓക്കെയാണ്, അത് സ്മൂത്തായിട്ടുള്ളൊരു പ്രോസസ്സിങ് ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ എനർജികളും പെട്ടെന്ന് കണക്റ്റഡ് ആകും. നമുക്കൊരു മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. ഈ മണി എനർജി, അതായത് മണിയുടെ കർമ്മ സിറ്റുവേഷൻസ്, ഫിനാൻസിൻ്റെ കർമ്മ എനർജി എൻഡിങ് ആകുന്നതനുസരിച്ചായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് കണക്റ്റ് ചെയ്തു വരുന്നത്. അതായത് അബണ്ടൻസ് ആണ് പിന്നെ അങ്ങോട്ട്. ഫിനാൻസിൻ്റെ എനർജി ഒക്കെ ആയാൽ അബണ്ടൻസ് എനർജിയാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും സാമ്പത്തികത്തെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് എല്ലാ എനർജികളിലും നമ്മൾ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഭയം തട്ടി നിൽക്കുന്ന, അതായത് പേടിച്ച് നിൽക്കുന്ന, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ കരിയർ ബേസിൽ ചില പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികൾ, കരിയർ പരമായിട്ട് നോക്കുമ്പം നിങ്ങൾക്ക് സക്സസ് ആണ്, നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ അതിൽ നിന്നും ഏറ്റവും നല്ല ഒരു പൊസിഷനിലോ അല്ലെങ്കിൽ അതിൽ നിന്നും ഏറ്റവും നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചു പോകുന്നതോ ആയ എനർജി ആണെങ്കിലും നിങ്ങൾക്ക് ചുറ്റും ചില പ്രതിസന്ധികൾ, ചെറിയ ശത്രുഭാവങ്ങളൊക്കെ കണക്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻസ് അത് നിങ്ങളെ ഒരു വലയം ചെയ്തു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും നിങ്ങൾക്ക് നാല് ചുറ്റും ചെറിയ നെഗറ്റീവ് എനർജികളുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ തോളിൽ തട്ടി നടക്കുന്ന വ്യക്തികൾ, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന, നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളിൽ തന്നെ ആവാം നിങ്ങളോടുള്ള ആ ഒരു ഗിൽറ്റ് ഫീലിങ്സ് നിലനിൽക്കുന്നത്. അത് ബേസ് ചെയ്ത് നോക്കുമ്പം അങ്ങനെയുള്ള ആ ഒരു ശത്രുഭാവം നിങ്ങളിൽ നിന്നും അവസാനിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ആകുന്ന നല്ല ചില കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അഫർമേഷൻസ് എഴുതുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഏതൊക്കെ വ്യക്തികളുടെ എനർജിയിലാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതെല്ലാം വന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് അഫർമേഷൻസ് എഴുതുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരും. കിങ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെ നിൽക്കുന്ന വ്യക്തികൾ, ഒരുപാട് ഡിപ്രഷൻ, ആൻസൈറ്റി ഒക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച്, അതും കരിയർപരമാകുന്ന ബേസിൽ നിൽക്കുന്ന എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ഉയർച്ചയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ പെടുത്തി കളഞ്ഞതായിരിക്കാം. നിങ്ങൾക്കത് ചിലപ്പോൾ ഈ കരിയർ എനർജിയിൽ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ വന്നതിൽ നിങ്ങൾ വിശ്വസിക്കുകയോ അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വാക്കിനെ വിശ്വസിച്ച് എന്തെങ്കിലും അൺലീഗലായിട്ട് നിങ്ങളെ പ്രവർത്തിക്കുകയോ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളതിൽ തെറ്റുകാരല്ലായിരിക്കാം. മറ്റാരുടെയെങ്കിലും ഒരു സമ്മർദ്ദം കൊണ്ട് നിങ്ങളുടെ കരിയർ എനർജിയിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് നിങ്ങളത് മാനസികപരമായിട്ട് തകർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയിൽ നിങ്ങൾക്ക് പുതിയ തുടക്കമാണ്. നിങ്ങൾ ഒരു ടെൻഷനും അടിക്കണ്ട. നിങ്ങളുടെ സത്യസന്ധത അതല്ലെങ്കിൽ നിങ്ങളുടെ പൂർണ്ണത നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും മനസ്സിലാക്കും. അതും ഒരു ചെറിയ ചതിപ്രയോഗത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളെ ഒരു മായാവലയത്തിൽ ചിലപ്പോൾ ചില ആഗ്രഹങ്ങളുടെ ഒരു ബേസും മനസ്സിലാക്കി നിങ്ങളെ പെടുത്തിയതുമാവാം കേട്ടോ. ഒരു ഒരു ഇല്യൂഷൻ എനർജി നമുക്കവിടെ കാണുന്നുണ്ട്. ഒരു മായാവലയത്തിൽ പെട്ടതായിട്ടും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മുന്നിലേക്ക് കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നിലധികം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുന്ന കരിയർ എനർജിയെ ബേസ് ചെയ്ത് തന്നെയാണ് ആ ഒരു സിറ്റുവേഷൻസ് കാണുന്നത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് മാറ്റമാണ്. ഈ ഒരു മിറാക്കിൾ പോലെ ശരിക്കും നിങ്ങൾ അവിടെ ഒരു അത്ഭുതം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. അവിടെ ഒരു അത്ഭുതം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം സൃഷ്ടിക്കുന്നുണ്ട്. കരിയർ പാതയിലൊക്കെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഉയരാനും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എമൗണ്ട് എല്ലാ മാസവും ഏൺ ചെയ്യാനുമൊക്കെ ആയിട്ട് നിങ്ങൾ അഫർമേഷൻസ് എഴുതണം. ജീവിതത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ.
നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ. ഫെമിനിയൻ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം ഒരു ശക്തമാകുന്ന വിജയത്തിൻ്റെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ, ചില അൺഎക്സ്പെക്റ്റഡ് ആകുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ഗുഡ് ന്യൂസുകൾ, ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു കേട്ടോ. അത് ഫാമിലിപരമാകുന്ന, കുടുംബ ബന്ധങ്ങളിലുമാകാം, സാമ്പത്തികപരമാകുന്ന, ചിലപ്പോൾ നിങ്ങളുടെ പൂർവിക സ്വത്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന, അതിനു വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ആകുന്ന ഒരു സക്സസ് എനർജീനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി ഫാമിലി, കുടുംബ ബന്ധങ്ങളിൽ നിന്നും പാരമ്പര്യമാകുന്ന സ്വത്തു ഭാഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതും ഒരു വലിയൊരു മിറാക്കിൾ തന്നെയാണ്. അത് ചിലപ്പോൾ നിങ്ങളത് വിട്ട് കളഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത് ഫോക്കസ് ചെയ്യണ്ട എന്ന് ചിന്തിച്ചതായിരിക്കാം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി ആയിട്ട് കാണുന്നത്. അതുപോലെ ചിലരുടെ എനർജിയിൽ തേർഡ് പാർട്ടി പ്രസൻസിൽ നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ ഉപേക്ഷിച്ചു പോയ, നിങ്ങളെ വിട്ടുപോയ ചില വ്യക്തികൾ നിങ്ങളെ തേടി വരുന്നു, അതായത് നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ ഫോക്കസ് ചെയ്ത് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് കാത്തിരുന്നു മടുത്ത ഒരു സിറ്റുവേഷൻസ്, അതായത് ഒരു തേർഡ് പാർട്ടി ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്നും പോയ ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളെ കോൾ ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾ എത്രത്തോളം വെയിറ്റ് ചെയ്തോ അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളെ തേടി വരുന്നു. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുകയും അവർ പോയ ആ ഒരു എനർജിയിൽ, അവരെങ്ങോട്ടാണോ നിങ്ങളെ തനിച്ചാക്കി പോയത്, ആ സിറ്റുവേഷൻസിൽ അവർക്ക് ശക്തമാകുന്ന ലോസ് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തിരിച്ചറിവോടുകൂടി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളോട് കാര്യങ്ങൾ പറയാനും നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയും ഒരു പക്ഷേ മാപ്പ് പറയുകയും ചെയ്യുന്നൊരു എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹെർമിറ്റ് എനർജി വരുന്നുണ്ട് കേട്ടോ. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ, അതായത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റാനും പറ്റുന്നില്ല, എന്നാൽ അതിനെ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റാത്ത ഒരു വീർപ്പ് മുട്ടി നിൽക്കുന്ന വ്യക്തികളുടെ എനർജി. ഒരു പക്ഷേ നിങ്ങൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാവാം. ശക്തമാകുന്ന ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ച് നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യത്തെയാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ശൂന്യതയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ഒരിക്കലും, അതായത് നിങ്ങൾക്കൊരു ബ്ലൈൻഡ് എനർജിയാണ്, അതൊരു മൂൺ എനർജിയുടെ പ്രസൻസ് ആണ് നിങ്ങളെ ഒരു കണ്ണ് കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ കാണാൻ പറ്റുന്നത്. ശരിക്കും നിങ്ങൾക്കൊരു നിരാശയാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, എല്ലാത്തിനോടും ഒരു മടുപ്പും വിരക്തിയൊക്കെ ഫീൽ ചെയ്യുന്ന എനർജിയിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ, അതായത് ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനും ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് മനസ്സിലാക്കുന്ന, ഏത് രീതിയിലാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ടതെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക്, നിങ്ങൾ ഒരു ഇന്നർ ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നല്ലൊരു ചേഞ്ചിങ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ, ഉറച്ച രീതിയിൽ ലൈഫിനെ കണക്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫാമിലി, കുടുംബ ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ അതായത് നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട്, സഹോദര സ്ഥാനത്തുള്ളവരായിട്ടോ പേരൻസ് ആയിട്ടോ മറ്റു ബ്ലഡ് റിലേഷനിൽപ്പെട്ട വ്യക്തികളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നതയും ശത്രുതാഭാവത്തിൽ, അതായത് നിങ്ങളുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന രണ്ട് സിറ്റുവേഷൻസിലൊക്കെ പോയി നിങ്ങൾ വഴക്കുണ്ടാക്കി ബ്ലോക്ക് ചെയ്തൊക്കെ പോയ ചില സാഹചര്യങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. അത് വലിയൊരു മിറാക്കിൾ പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഒരിക്കലും കൂടിച്ചേരില്ല എന്ന് ചിന്തിച്ച ചില ബന്ധങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു വലിയ സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹാപ്പി മൂഡ് നിങ്ങൾക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നമുക്ക് 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പാസ്റ്റിലെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പക്ഷേ മറ്റാരുടെയെങ്കിലുമൊക്കെ വാക്ക് കേട്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി, നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയെങ്കിൽ, നിങ്ങൾ ഒഴിവാക്കി കളഞ്ഞുവെങ്കിൽ, മറ്റാരുടെയൊക്കെ വാക്കുകൾക്ക് വാല്യൂ കൊടുത്തതിൻ്റെ ഫലമായിട്ട്
നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് ഒരു സ്റ്റക്കാക്കി കളഞ്ഞ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി, നിങ്ങൾ ആ ഒരു നിരാശയിലാണ് എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ്, ഒരു ഗുഡ് ന്യൂസ്, ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അതായത് ഒരു ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നതായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കറൻറ്റ് എനർജിയിലേക്ക് നോക്കുമ്പം കാണാൻ പറ്റുന്നത് ഒരു വീഴ്ചയാണ് കേട്ടോ. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുന്നോട്ടേക്ക് പോയ നിങ്ങൾക്കൊരു വീഴ്ച സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥ. അത് ബന്ധങ്ങളിൽ, റിലേഷൻഷിപ്പിലാണെങ്കിലും പാർട്ട്ണറുമായിട്ടുള്ള റിലേഷനിലൊക്കെ ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു പോകണോ, എനിക്കിനി ആ ഒരു റിലേഷനിൽ നിൽക്കാൻ പറ്റുമോ, അതോ ഇത് എൻ്റെ ജീവിതത്തിൽ ഇനി ഫ്യൂച്ചറിലേക്ക് ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനും, അതോ ഇതിൽ നിന്നും വിട്ടുപോകണോ എന്നൊക്കെ ഉള്ളൊരു എനർജിയിൽ നിൽക്കുന്നതാണ് നിങ്ങളുടെ കറൻറ്റ് എനർജി. അതായത് ഒരു വിശ്വാസമില്ലായ്മ, ഫ്യൂച്ചറിനെ കുറിച്ചാണെങ്കിലും കൂടെയുള്ള സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചാണെങ്കിലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്, നിങ്ങളുടെ ബന്ധങ്ങളിലാണെങ്കിലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലായ്മ, അതായത് ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസും കിങ് ഓഫ് പെൻറ്റിക്കിൾസും ആണ് വന്നിരിക്കുന്നത്. രണ്ടും രണ്ട് ദിശയിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ചിന്തകൾ വേറൊരു ദിശയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് മറ്റൊരു ദിശയിൽ, രണ്ടും രണ്ട് ദിശയിലാണ് പോകുന്നത്. അത് രണ്ടും ഈക്വൽ ആവണമെന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ മനസ്സും ചിന്തയും എല്ലാം നമുക്ക് ഒരുമിച്ച് വരണം, അതായത് എല്ലാം ഒന്നായിരിക്കണം. അതായത് നമ്മൾ നെഗറ്റീവ് തോട്ട്സ് ചിന്തിക്കുന്നു, നമ്മുടെ മനസ്സ് ഇന്ന സിറ്റുവേഷൻസിൽ ഇവിടെ വേണം, ഇതാണ് നല്ലതെന്ന് ചിന്തിക്കുന്നു. പക്ഷേ നമ്മുടെ ചിന്ത നമ്മളോട് പറയുന്നത് അത് വേണ്ട വേണ്ട, തിരിച്ചു വാ, അത് വിട്ടുകള. ഇങ്ങനെയുള്ള രണ്ട് സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. രണ്ട് വള്ളത്തിൽ കാലുവെച്ച് നിൽക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വരണം. നിങ്ങളുടെ എനർജി അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനിഫെസ്റ്റേഷൻ പവർ വർദ്ധിക്കും, നിങ്ങളുടെ സ്കിൽസ് ഉയർത്തും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാ എലമെൻസും, ഫിനാൻസ്, കരിയർ, ഹെൽത്ത്, വെൽത്ത്, എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും, ഒരുപോലെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും. നിങ്ങൾ ഒരേ ദിശയിലേക്ക് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ചിന്തകളെയും നിങ്ങൾ സഞ്ചരിപ്പിച്ചാലെന്നാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ കൺഫ്യൂഷൻ, കോൺഫ്ലിക്റ്റ്, ഇറിറ്റേഷൻ ഇതെല്ലാം നിങ്ങളിൽ നിന്നും എടുത്തു കളയുക. കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ്, നല്ല മനസ്സോടുകൂടി, ഹാപ്പിനെസ്സോടുകൂടി, പോസിറ്റിവിറ്റിയോടുകൂടി ആരെങ്കിലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർക്കതൊരു ഓർമ്മയായി കടന്നു പോകാൻ പാകത്തിനുള്ള എനർജികളെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. കുശുമ്പും തർക്കവും അതുപോലെ തന്നെ നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, സ്വയം നമ്മളെ മോശമാക്കി സംസാരിക്കുന്ന രീതികൾ, ഇതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ്, നമുക്ക് ആഗ്രഹമുണ്ടായിട്ടും കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതിനെല്ലാം നിങ്ങളൊന്ന് എടുത്തു മാറ്റുക. നിങ്ങൾ ഫ്രഷ് എനർജിയിലേക്ക് മാറും. നിങ്ങളുടെ ജീവിതത്തിൽ മിറാക്കിൾ വന്നു ചേരും. മിറാക്കിൾ നിങ്ങളിൽ കണക്റ്റഡ് ആണ്. നിങ്ങളുടെ കറൻറ്റ് എനർജിയാണ് നിങ്ങളൊന്ന് ഹീലാക്കി എടുക്കേണ്ടത് കേട്ടോ.